പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടിട്ട് ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിനെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 2-ാം വാക്യം. പൊടികുടഞ്ഞു കളക, യെരുശലേമേ എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നാം കഴിഞ്ഞ ദിവസം ഈ വചനമാണ് ചിന്തിച്ചത്. ഇന്നും ഈ വചനം തന്നെ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച പൊടികുടഞ്ഞു കളകിയ ഹല്ലേലൂയ യെരുശലേമേ എഴുന്നേറ്റിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക എന്നുള്ളതാണ്. എന്താണെന്നൂടെ പറഞ്ഞിട്ട്, ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയാം. ഈ ബന്ധനം എന്നൊക്കെ പറയുന്നത് നമ്മളിലേക്ക് തന്നെ വന്ന് കയറത്തില്ല. നമ്മൾ അവസരം കൊടുക്കുമ്പോഴാണ് നമ്മൾ പലതിലും ബന്ധിക്കപ്പെടുന്നത്. എല്ലാവരും പറയും, പാസ്റ്ററെ ഭയങ്കര ബന്ധനമാണ്, മക്കളെ ബന്ധിച്ചിരിക്കുന്നു, ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്നു, കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്നു, ജോലിയെ ബന്ധിച്ചിരിക്കുന്നു, ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്നു എന്നൊക്കെ പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്. നല്ല കാര്യമാണ്. അവർ അനുഭവിക്കുന്ന കഷ്ടതയിൽ അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന ബന്ധനം നിങ്ങളിലേക്ക് തന്നെ വന്നതല്ല, നിങ്ങൾ അവസരം കൊടുത്തതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ പാപമാണ്. നിങ്ങൾ ജീവിതത്തിൽ പലതിനും അടിമപ്പെട്ടത് കൊണ്ടാണ് അത് ബന്ധനമായി മാറിയത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതും ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ വന്നതും. എന്തിനാണ് നിങ്ങൾ അവസരം കൊടുത്തത്, ഏതിനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിച്ചത്, വിളിച്ചു വരുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനെ നിങ്ങൾ പുറത്തെറിഞ്ഞു കളയാൻ ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ 2 മുതലുള്ള വാക്യങ്ങളിൽ സിയോന്റെ മേലുള്ള അടിമത്തത്തെ കാണിക്കുന്നത്. സിയോൻ ദൈവത്തിന്റെ സഭ, ദൈവമക്കളായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവജനമായ സിയോന്റെ മേലുള്ള അടിമത്തത്തെ കാണിക്കുക. യഹോവയുടെ ദാസനായ മശിഹ യെരുശലേമിലേക്ക് എഴുന്നള്ളുന്നതിനാൽ സിയോൻ നിവാസികൾ ആനന്ദിക്കുമെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആനന്ദിക്കും. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നത് അടിമത്തത്തിന്റെ മാർഗമല്ല, പിന്നെയോ സ്വാതന്ത്ര്യത്തിന്റെ മാർഗമാണ്. നാം ദൈവത്തെ ആരാധിക്കുന്നത് അടിമത്തത്തിന്റെ മാർഗമല്ല, സ്വാതന്ത്ര്യത്തിന്റെ മാർഗമാണ്. പലരും ദൈവത്തെ ആരാധിക്കുന്നത് അടിമത്തത്തിന്റെ മാർഗത്തിലാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, സിയോന്റെ മക്കൾ, ഹല്ലേലൂയ, അവർ ദൈവത്തെ ആരാധിക്കുന്നത് സ്തോത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മാർഗമായിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ബാബേലിലെ അടിമച്ചങ്ങല, ഈ ബാബേലിലെ അടിമച്ചങ്ങല എന്ന് പറയുന്നത് സ്വർണം കൊണ്ടുള്ളതായിരുന്നാൽ പോലും ഹല്ലേലൂയ അതും അവർക്ക് അടിമത്തം തന്നെയായിരുന്നു. ബാബേലിലെ അടിമച്ചങ്ങലയെ കുറിച്ച് പറയുന്നത് വളരെ സ്വർണം കൊണ്ടുള്ളതായിരുന്നു. സ്വർണം കൊണ്ടുള്ള അടിമച്ചങ്ങലയായിരുന്നാലും അതവർക്ക് ഹല്ലേലൂയ ബന്ധനം തന്നെ, അടിമത്തം തന്നെയായിരുന്നു. ഇന്ന് നമുക്കറിയാം, മനുഷ്യൻ പലതിലും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. പൊന്നുകൊണ്ടുള്ള നീ വില കൂടിയ പൊന്നാഭരണങ്ങൾ ധരിച്ച് ലോകത്തിന് മുമ്പിൽ നിന്നെ പ്രദർശിപ്പിച്ചാലും നിന്റെ കഴുത്തിൽ കിടക്കുന്നത് ബന്ധനം തന്നെയാണ്. അഴിച്ചു കളയേണ്ടതിനെ നീ അഴിച്ചു കളയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ പാസ്റ്റർ സ്വർണം ധരിക്കുന്നതിന് വിരോധമായിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ലോകത്തെ ഉപേക്ഷിച്ചിട്ട്, ലോകത്തെ വെറുത്തിട്ട്, ലോകത്തിന്റെ ആർഭാടങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറണം. കർത്താവ് നമുക്കൊരു സൗന്ദര്യത്തെ തന്നിട്ടുണ്ട്. ദൈവം തന്റെ രൂപത്തിന് സാദൃശ്യം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരുടെ മുഖത്ത് ദൈവ തേജസ് ഉണ്ട്. അല്ലേ, അവരെപ്പോഴും തേജസ്സിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പൊന്നാഭരണങ്ങൾ കൊണ്ട് നിന്റെ ശരീരത്തെ നീ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകരുത്. പലർക്കും ഇന്ന് അതാ ബന്ധനം. അല്ലേ, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ദൈവത്തിന് വചനം പറയുന്നത്, അനേകർക്കും എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയാത്ത വിധം പലവിധമായ ബന്ധനങ്ങളിൽ അകപ്പെട്ട്, നുകങ്ങളാൽ തകർക്കപ്പെട്ട്, അടിമപ്പെട്ട് വിടുതലിന് വേണ്ടി ദാഹിക്കുകയാണ്.
അനവധി ആളുകൾ വിവിധ ബന്ധനങ്ങളിൽ അകപ്പെട്ടു, അടിമനുഖത്തിൽ അകപ്പെട്ട് ഒരു വിടുതൽ കിട്ടിയ മതിയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിടുതലിന് വേണ്ടി മനുഷ്യൻ ലോകമെമ്പാടും ഓടി നടക്കുക. വിടുതൽ എവിടെ ഉണ്ടെന്ന് കേട്ടാലും അങ്ങോട്ട് ജനം ഓടും. എന്താ? ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ മദ്യപിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ അതിനെ ബന്ധിക്കപ്പെടുന്ന, അടിമയായി മാറുന്നത്? പുക വലിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അടിമയായി മാറുന്നത്? നിങ്ങൾ അല്ലെങ്കിൽ അനാശാസ്യ ജീവിതം നയിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അടിമയായി മാറുന്നത്? അസഭ്യ വാക്കുകൾ വിളിച്ചു പറയുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അടിമയായി മാറുന്നത്? ദൈഹികമല്ലാത്ത വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അടിമയായി മാറുന്നു. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനമാണ്. ഹല്ലേലൂയ. അപ്പം ബന്ധനം എന്ന് പറയുന്നത് തന്നെ വരുന്നതല്ല, നിങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ്. അതിനെ നിങ്ങളായിട്ട് തന്നെ പുറത്തു കളയണം. ചിലർക്ക് ബന്ധനത്തിൽ നിന്ന് വിടുതൽ വേണം, അടിമത്തിൽ നിന്ന് വിടുതൽ വേണം. പക്ഷെ ദൈവവചനത്തെ അനുസരിക്കാൻ കഴിയില്ല. പ്രമാണം അനുസരിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പലർക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രമാണം അനുസരിച്ച് നിന്നാൽ നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. ക്രിസ്തുവിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5:1 വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. അടിമനുഖത്തിൽ പിന്നെയും നീ കുടുങ്ങിപ്പോകരുത്. അത് നിനക്ക് അടിമനുഖത്തിൽ നിന്ന് വിടുതൽ തന്ന് നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് ക്രിസ്തുവിൽ നീ സ്വതന്ത്രനായി മാറിക്കഴിയുമ്പോൾ ഹല്ലേലൂയ, നീ അതിനകത്ത് ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ പഴയ ജീവിതത്തിലേക്ക് പോകരുത്, അടിമനുഖത്തിലേക്ക് പോകരുത്. പിന്നെ നീ ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് നീ വലിച്ചു വരുത്തി ഹല്ലേലൂയ, നിങ്ങൾ വീണ്ടും വീണ്ടും സാത്താന്റെ ബന്ധനത്തിലാകരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, ബദ്ധയായ സിയോൻ പുത്രി ഹല്ലേലൂയ, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. പ്രവാചകൻ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനത്തിന് അതുപോലെ തന്നെ ചെവി കൊടുത്ത വചനത്തെ അതുപോലെ തന്നെ സ്വീകരിച്ചാൽ ഹല്ലേലൂയ, ഒരു ബന്ധനവും നിന്റെ ജീവിതത്തിൽ വരത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന സിയോന്റെ മക്കൾ, സിയോൻ നിവാസികൾ എങ്ങനെയാണ് ബന്ധിക്കപ്പെടുന്നത്? എങ്ങനെയാണ് അവർക്ക് ബന്ധനം വരുന്നത്? അതിന് നീ അവസരം കൊടുത്തിട്ടല്ലേ സഹോദര? അതിന് നീ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ വന്ന് ആവശ്യമില്ലാത്ത മോഹങ്ങൾക്കൊക്കെ നീ വഴി കൊടുത്ത് അത് നിന്നെ പാപത്തിലേക്ക് കൊണ്ടുപോയതല്ലേ? അങ്ങനെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ നീ അടിമയാക്കി പാപത്തെ നീ പാപത്തിന്റെ ബന്ധനത്തിലേക്ക് നീ പോയതല്ലേ? ഹല്ലേലൂയ. പാപത്തെ ഗർഭം ധരിച്ച് ഹല്ലേലൂയ, മോഹത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നൊക്കെ യാക്കോബിലൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വിവിധ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്ത ചിന്താഗതികൾ, നിരൂപണങ്ങൾ, ആശകൾ, ഇതെല്ലാം ബന്ധനമാണ്. ഈ ലോകത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ ഏതിനെല്ലാം വിധേയപ്പെട്ട് കൊടുക്കുന്നോ, പ്രമാണത്തിൽ നിന്ന് എപ്പോഴെല്ലാം പുറത്തു പോകുന്നു അപ്പോഴെല്ലാം നിന്റെ കഴുത്തിൽ ബന്ധനം വരികയാണ്. ഹല്ലേലൂയ. പിശാച് നിന്റെ കൈകാലുകളെ അല്ല ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ കഴുത്തിൽ അവൻ കയറിടുക ചെയ്യുന്നത്. നിന്റെ കഴുത്തിൽ അവൻ കുരുക്കിടുകയാണ്. സ്തോത്രം. അതിൽ നിനക്ക് പുറത്തു വരുവാൻ കഴിയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇരുളിൽ പുഴുക്കളെ പോലെ, ഇരുളിലെ പുഴുക്കൾ ഹല്ലേലൂയ, അതിങ്ങനെ ഞെളിഞ്ഞുകൊണ്ട് വെളിച്ചത്തിന് വേണ്ടി ഓടി നടക്കും. നിങ്ങൾ ഈ ഇരുള് സമയത്തൊക്കെ പുഴുക്കളെ കണ്ടിട്ടില്ലേ? വെളിച്ചത്തിന് വേണ്ടി അതിങ്ങനെ ഇഴഞ്ഞ് വെളിച്ചം എവിടാണ് അങ്ങോട്ട് ഓടിയെത്താനായിട്ട് ശ്രമിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എവിടെയാണ് വെളിച്ചം, ഞങ്ങളെ ആര് വിടുവിക്കുമെന്ന് കരുതി ഈ പുഴുക്കളെല്ലാം വളരെ കലങ്ങുകയാണ് എന്ന് പറഞ്ഞവരാണ് ശ്രോതാവി നിങ്ങൾ. ഹല്ലേലൂയ. ഇരുട്ടിലെ പുഴുക്കളെ പോലെ വിവിധ ബന്ധനങ്ങൾ നിന്റെ കഴുത്തിൽ നീ ഏറ്റിയിട്ട് ഹല്ലേലൂയ, എവിടെയാണ് വെളിച്ചം, ഞങ്ങളെ ആര് വിടുവിക്കുമെന്ന് ഓർത്ത് നീ ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് പുറത്തു വരണം. ഇരുട്ടിലെ പുഴുക്കളെ പോലെ നീ ഞെളിഞ്ഞ് വെളിച്ചം അന്വേഷിച്ച്, സ്വാതന്ത്ര്യം അന്വേഷിച്ച്, വിടുതലിലേക്ക് നോക്കി ഓടി നടക്കാതെ നിന്റെ കുറവുകളെ നീ മനസ്സിലാക്കി ഏറ്റു പറഞ്ഞ് രക്തം ചെയ്യും. പാപത്തെ നീ പുറത്തെറിഞ്ഞു കളഞ്ഞിട്ട് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിന്ന് ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷനും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഹല്ലേലൂയ,
നീ കർത്താവിന് വേണ്ടി ജീവിക്കണം കേട്ടോ. രക്തം ചെയ്യും ലേരിയ. ഇവിടെ പണം ഉണ്ടാക്കി തരാമെന്നും ഗൾഫിലേക്ക് പോകാമെന്നും വിമാനത്തിൽ യാത്ര ചെയ്യുമെന്നും അല്ലേലിയ എന്നൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരുകയും ചെയ്യും. അല്ലേലിയ. രക്തം ചെയ്യും. പാപിയായ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിവിധ അടിമത്തത്തിൽ വീണുകിടക്കുന്ന, പാപബന്ധനത്തിൽ വീണുകിടക്കുന്ന, കഴുത്തിൽ മുഴുവൻ ബന്ധനമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അല്ലേലിയ. സ്തോത്രം. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തം ചെയ്യണം. അപ്പം പുഴുക്കളെ പോലെ നിങ്ങൾ ഞെളിഞ്ഞ് വെളിച്ചം അന്വേഷിച്ച് നടക്കാതെ, ഞങ്ങളെ ആര് വിടുവിക്കുമെന്ന് കരുതി നിങ്ങൾ മനം കലങ്ങി പോകാതെ, അല്ലേലിയ, നിങ്ങൾ കർത്താവിന്റെ അരികിലേക്ക് വരണം. അല്ലേലിയ. കർത്താവ് നിങ്ങളുടെ ഹൃദയം, അല്ലേലിയ, ആമേൻ, നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ അവൻ മുറിവ് കെട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് 34 സങ്കീർത്തനം 18 വാക്യം പറയുന്നത്. അപ്പൊ നീ എപ്പോഴും ഹൃദയ നുറുക്കത്തോടെ ദൈവത്തിന് വരുന്നു. അല്ലേലി. നീ എപ്പോഴും നിന്റെ മനസ്സ് തകർന്ന് ദൈവത്തിന് വരുന്നു. അവിടെ നിനക്ക് ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറാൻ കഴിയും. അതുകൊണ്ട് വചനം, കർത്താവ് ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനുമായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 1 വാക്യം വായിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയോ, എളിയവരോട് സ്വവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോണിലെ ദുഃഖിതന്മാർക്ക് വേണ്ടിയുടെ പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷമ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സകല ജനത്തിനും പ്രാപിച്ചെടുക്കാൻ കഴിയുന്നുള്ളതാണ്. വിശ്വസിക്കുന്നവർക്ക് ഈ വചനം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിവർത്തീകരിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നിന്നെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാനായി യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. കാൽവറിയുടെ വലക്കളത്തിൽ അവസാനത്തുള്ളി രക്തം വരെ യേശു നിനക്ക് വേണ്ടി ഒഴുക്കി ആമി സിയോൻ നിവാസികളെ, സിയോൻ മക്കളുടെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചവരെ ക്രിസ്തുവിൽ സ്വതന്ത്രമാക്കി നിർത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നീ ആ പാപമോഹങ്ങളിലേക്ക് വീണു പോകാതെ, പാപ സ്വഭാവത്തിലേക്ക് വീണു പോകാതെ, നിന്നെ വിടിവിച്ച കർത്താവിന്റെ മഹത്വമോർത്ത് നീ വിശുദ്ധിയോടെ ജീവിച്ചു പഠിക്കണം. രക്തം ചെയ്യണം. ഒരുപാട് ബന്ധനങ്ങളുടെ മനുഷ്യൻ കടന്നു പോകുന്നത്. ഓരോന്നായിട്ട് വിവരിക്കുന്ന സമയമില്ലെങ്കിലും നമുക്ക് സംസാരിച്ച് താഴോട്ട് വരുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ബന്ധനം അഴിക്കാൻ വേണ്ടിയിട്ട് എത്രയോ രൂപ മുടക്കിയാണ് നീ പോകുന്നത്. ബന്ധനം അഴിക്കാൻ വേണ്ടി ആരെയെല്ലാം നീ ചെന്ന് കാണുന്നത്, ആരെയെല്ലാം കാൽക്കല വീഴുന്നത്. ഇന്ന് വരെ നിന്റെ ബന്ധനം അഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ ബന്ധനം അഴിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അല്ലേ? നിന്റെ പണം നഷ്ടപ്പെട്ടതല്ലാതെ, നിന്റെ നിന്റെ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടതല്ലാതെ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു വിടുതലും പ്രാപിക്കാൻ കഴിയില്ല. കാരണം നിന്റെ ഉള്ളിൽ മോഹം ഗർഭം ധരിക്കുന്നിടത്തോളം കാലം, നിന്റെ ഉള്ളിൽ മോഹം ഗർഭം ധരിക്കുന്നിടത്തോളം കാലം നീ അടിമത്തത്തിൽ തന്നെയാണ്, നീ പാപത്തിൽ തന്നെയാണ്. നീ ഓരോ ദിവസവും നിന്റെ കഴുത്തിലേക്ക് ബന്ധനങ്ങളുടെ എണ്ണം കൂട്ടുകയാണ്. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ ജഡിക സ്വഭാവത്തെ നീ നീക്കിക്കളയണം. അല്ലേരിയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പൊടി കുടഞ്ഞു കളയുക. യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. ഞാൻ മുമ്പ് ആവർത്തിച്ചു, ബാബിലോണിലെ അടിമച്ചങ്ങല പൊന്നുകൊണ്ടുള്ളതായിരുന്നാലും, അല്ലേരിയ, സ്വർണം കൊണ്ടുള്ളതായിരുന്നാലും അത് അടിമത്തം തന്നെയാ, അത് പാപം തന്നെയാണ്. അല്ലേലൂയ. രക്തം ചെയ്യും. നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്നവൻ അല്ലേരിയ, അവൻ പിന്നെയും ലോകമോഹങ്ങളിലേക്ക് വഴുതി വീഴാതെ, അല്ലേരിയ, ആമി ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്.
പിശാചിന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. അവന് നിന്റെ ഹൃദയത്തിലും നിന്റെ ഭവനത്തിലും നിന്റെ മക്കളിലും വ്യാപരിക്കുമെന്ന് ഇടം കൊടുക്കരുത്. ദൈവവചനത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കാൻ പഠിക്കണം. രക്തം ചെയ്യാം. ഇപ്പം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, പെസഹ തിരുനാളിൽ ഘോഷയാത്ര പോകുവാനായി യേശുവിനൊരു കഴുത ആവശ്യമായിരുന്നു. എന്നാൽ ആ കഴുതയെ ആമ ഇരുവഴികൾ തമ്മിൽ കൂട്ടിച്ചേരുന്ന സ്ഥലത്താണ് കെട്ടിയിരുന്നത്. കഴുതയെ അഴിച്ചാൽ മാത്രമേ അത് യേശുവിന് പ്രയോജനപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ജനങ്ങൾ ഹോശന്ന പാടി കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ യെരൂശലേം പ്രവേശനത്തിന് യേശുവിന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു കഴുത ആവശ്യമാണ്. പക്ഷെ ആ കഴുതയെ ഇരുവഴികൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് കെട്ടിയിരിക്കുന്നത് കൊണ്ട് ആ കഴുതയെ അഴിച്ചാൽ മാത്രമേ യേശുവിന് അല്ലെങ്കിൽ യെരൂശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം കഴിയുള്ളൂ. ഒരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചതാണ്. അല്ലെങ്കിൽ അതേ വഴിയിൽ തടസ്സമായി നിൽക്കുന്നതിനെ നീക്കണം. വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ, നിന്റെ മുമ്പോട്ടുള്ള ജീവിത യാത്രയിൽ, വിശുദ്ധ ജീവിതത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ നീക്കിക്കളയണം. അപ്പൊ യേശു കർത്താവ് നിന്റെ രാജകീയ പ്രവേശനം, യെരൂശലേമിലേക്ക് രാജകീയ പ്രവേശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് ഹല്ലേലൂയ തടസ്സമായി നിൽക്കുന്നത് ഒരു കഴുതയാ, നിങ്ങൾ പോയി അതിനെ അഴിച്ചുകൊണ്ടുവരിക. ഹല്ലേലൂയ. അങ്ങനെ ശിഷ്യന്മാർ യേശു പറഞ്ഞത് കേട്ട് കടന്നുപോയി. അവർ ആ കഴുതയെ അഴിച്ചുകൊണ്ടുവന്നു. ആ തടസ്സമായി നിന്ന അടിമത്തത്തിൽ നിന്ന ഇരുവഴികളെ തമ്മിൽ യോജിപ്പിച്ച് അവനെ കെട്ടിയിട്ടിരുന്ന ആ കഴുത, ആ വഴിയിലെ ബന്ധനത്തെ മാറ്റി ആ കഴുത ഇപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ അരികിൽ കൊണ്ടുവന്ന് ക്രിസ്തു ഇപ്പം ആ കഴുതനെ യാത്ര ചെയ്യുക. ഹല്ലേലൂയ. അപ്പം വഴിയിലെ ബന്ധനം അങ്ങ് മാറിയില്ല. ഇപ്പൊ കഴുത ഇപ്പൊ സ്വതന്ത്രമായി മാറി. ഹല്ലേലൂയ. ഇപ്പൊ യേശുവിന്റെ രാജകീയ പ്രവേശനത്തിന് ഏറ്റവും നല്ല മാർഗമായി. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ബന്ധനത്തെ, തടസ്സത്തെ നീ നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ നീ ക്രിസ്തുവിൽ സ്വതന്ത്രമായി നിൽക്കുമ്പോഴാണ് നിന്റെ യാത്രയെല്ലാം സഫലമായി മാറുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിനെ സ്തുതിക്കുവാൻ, യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പാപമാകുന്ന ബന്ധനങ്ങളെ, പാപമാകുന്ന തടസ്സങ്ങളെ മുഴുവൻ നീ അതിനെ വലിച്ചെറിഞ്ഞു കളയണം. ഹല്ലേലൂയ. പാപസ്വഭാവത്തെ വലിച്ചു കീറിക്കളയണമെന്ന്. ഹല്ലേലൂയ. വേദനിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതിനെ നീ വലിച്ചു കീറിക്കളയണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് നിന്നിൽ പ്രവർത്തിക്കുവാൻ നീ അവസരം വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിന് നിന്നിൽ പ്രവർത്തിക്കുവാൻ നീ അവസരം വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. ഹല്ലേലൂയ. ബാബിലോണിയ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ആമേൻ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിലും ഹല്ലേലൂയ അവരൊരു വിടുതലുമില്ലാതെ കാലങ്ങൾ എത്ര കഴിച്ചുകൂട്ടി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന വിവിധ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലില്ലാതെ നീ കാലങ്ങളായി നീ വിവിധ മാർഗങ്ങൾ അന്വേഷിച്ചിട്ടും ഹല്ലേലൂയ രക്തം ചെയ്യും ഒരു മാർഗവുമില്ലാതെ, ഒരു വിടുതലുമില്ലാതെ നീ ഭാരപ്പെടുകയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ശക്തമായ ദൂത്, യേശുവിന്റെ അരികിൽ നീ കടന്നു വന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുത്താൽ, നിന്റെ ജീവിതത്തെ കൊടുത്താൽ, നിന്റെ പാപസുഖങ്ങളെ, പാപമോഹങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെതായ എല്ലാ സുഖങ്ങളെ നീ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ, അവന് വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുക്കുമ്പോൾ, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങൾ, പാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. ആ നുകം നിന്നിൽ തകരും. ഹല്ലേലൂയ. അവിടെ അടിമത്തത്തിന്റെ നുകം നീ ചുമന്നുകൊണ്ട് നടക്കരുത് കേട്ടോ. രക്തം ചെയ്യും. അടിമത്തത്തിന്റെ നുകം ചുമന്നുകൊണ്ട് നടന്നാൽ നിന്റെ ജീവിതം തകർന്നു പോകും. ഹല്ലേലൂയ. പലരും പറയും, പക്ഷേ എന്റെ മകൾ ഭയങ്കര ബന്ധനത്തിലാ, എന്റെ മകൻ ഭയങ്കര ബന്ധനത്തിലാ, എന്റെ ഭർത്താവ് ബന്ധനത്തിൽ, ഭാര്യ ബന്ധനത്തിലാ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ജോലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ, ഞങ്ങൾക്ക് അതിനൊന്നൊരു മടിയില്ല. ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥയൊക്കെ ചെയ്യും. പക്ഷേ നിന്റെ ബന്ധനം അഴിയണമെങ്കിൽ നീ അത് വേണ്ടെന്ന് വെക്കണം. അല്ലേ? ഞങ്ങൾ തന്നെ മനസ്സ് വെച്ചതുകൊണ്ടായില്ല, ക്രിസ്തു അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായിട്ട് മാത്രമല്ല, നീ ഒരുങ്ങണം. നീ ഒരുങ്ങി നീ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ വചനത്തിലെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുന്നത്. അല്ലേ?
നീ കർത്താവിന് വേണ്ടി മനസ്സ് വെക്കുമ്പോൾ ആമീൻ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്താൽ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ, ശക്തമായ ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ, ആത്മീയ സന്തോഷത്തിന്റെ ഉറവ നിന്നിൽ തുറക്കണമെങ്കിൽ രക്തം ചെയ്യും. ഹല്ലേലൂയ. നീ ദൈവത്തിന് വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പൊ സിയോൻ പുത്രി എന്ന് പറഞ്ഞ സിയോൻ നിവാസികൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആത്മീയ ഉറവാണ് വേണ്ടത്. അല്ലേ? അവരുടെ ഉള്ളിൽ ആത്മീയ ഉറവാണ് വേണ്ടത്. എന്നാൽ ഇന്നത്തെ ജനതയ്ക്ക് ആത്മീയ ഉറവയ്ക്ക് പകരമായി പാപത്തിന്റെ ഉറവകൾ അവരിൽ പ്രവർത്തിച്ചുകൂടി. പാപത്തിന്റെ ഉറവയാണ്. അല്ലേ? സ്വതം കള്ളു കുടിക്കുന്ന വിശ്വാസികളുണ്ട്, പുകവലിക്കുന്ന വിശ്വാസികളുണ്ട്, വെറ്റില തിന്നുന്ന വിശ്വാസികളുണ്ട്, പാൻമസാല തിന്നുന്ന വിശ്വാസികളുണ്ട്, തുളസിപ്പാക്ക് തിന്നുന്ന വിശ്വാസികളുണ്ട്. ഈ ബബിൾ കോക്ക് വായി ചവച്ചു തുപ്പി റോഡിലിട്ട് മറ്റുള്ളവർക്ക് ഇറച്ചു വരുന്ന വിശ്വാസികളുണ്ട്. അതൊക്കെ ബന്ധനമാണ് പ്രിയ സ്നേഹിത. അല്ലേ? ചില ആൾക്കാരെ കാണത്തില്ലേ, ബബിൾ കോക്ക് വായി ചവച്ച് വായിലിട്ട് ചവച്ച് തുപ്പി കൊമ്മള കുത്തി വീർപ്പിച്ച് വെരുവിട് പോലെ മറ്റുള്ളവർക്ക് ഇറച്ചു വരുത്തി അവന്റെ വായിലെ ദുർഗന്ധമെല്ലാം കൂടെ മറ്റുള്ളവർക്ക് ആമേലരിയെ പകർത്തി വെറും വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അല്ലേലിയ. ആ വെറും വൃത്തികെട്ട ജീവിതം. എന്നിട്ട് റോഡിൽ തുപ്പിയിടും. റോഡിൽ തുപ്പിയിട്ട് കഴിഞ്ഞ് പിന്നെ അതിലൂടെ നടന്നു വരുന്നവന്റെ ചെരുപ്പിൽ പറ്റി, ഫാനിൽ പറ്റി, സാരിയിൽ പറ്റി, പിന്നെ അത് തൂത്താനും തുടച്ചാനും പോകത്തില്ല. അത്ര അശുദ്ധമായി ജീവിതം നയിക്കുന്ന, പാപബന്ധനത്തിൽ ജീവിക്കുന്ന ചില വിശ്വാസികളുണ്ട്. അവിടെ നീ ഈ അശുദ്ധമായെന്ന് മേടിച്ചു തിന്ന് നീ തന്നെ ബന്ധിക്കപ്പെടരുത്. നീ മറ്റൊരാൾക്ക് ഉപദ്രവിയായി മാറരുത്. അല്ലേ? അങ്ങനെ ഒരുപാട് ബന്ധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും. പണ്ടൊരു ദൈവദാസൻ കുറെ വിശ്വാസികൾ ബബിൾക്കും മേടിച്ചിട്ടില്ല, എന്റെ അരികിൽ കൊണ്ടുവന്നു. അന്ന് ഞങ്ങളൊക്കെ ഉപവാസത്തിലാണ്, ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് ഈ ബബിൾ കൗണ്ടറിൽ തന്നിട്ട് പാസ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചെന്താ ആ ബബിൾ കവാ? ഞാൻ ചോദിച്ചാൽ നമ്മൾ ഉപവാസമല്ലേ? അതെ, ഉപവാസമാണ്. നമ്മൾ വായിക്കൊരു സുഖം ഉണ്ടാകും. ഞാൻ പറഞ്ഞു എന്റെ വായിക്ക് സുഖമൊന്നും വേണ്ടി ഞാൻ രാവിലെ പല്ല് തെച്ചതാ, അതുകൊണ്ട് ഇനി എന്റെ വായിക്ക് സുഖം വരാൻ വേണ്ടി ഈ ബന്ധനത്തെ എന്റെ വായിലിട്ട് ചവയ്ക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൈവത്തിൽ ബന്ധനം, പാപമാകുന്ന ബന്ധനത്തെ ഇട്ട് ചവച്ച് തുപ്പിക്കൊണ്ടിരിക്കുക. എന്ത് സുഖമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലേരിയാണ് എന്നെ കേൾക്കുന്ന പ്രശ്നഹിത. ദൈവഹിതമല്ലാത്തതിനെയൊക്കെ നീ നീക്കിക്കളയണം. പ്രൈസ്. നിങ്ങൾ എത്ര പേര് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നു അറിയില്ല, പക്ഷെ ഞാനത് അങ്ങനെ പാലിക്കുന്നവനാണ്. രക്തം ചെയ്യും. വലിയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. അല്ലേ? അപ്പൊ ഈ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തടസ്സമായിരിക്കുന്ന ബന്ധനം എന്ന് പറയുമ്പോൾ അത് പാപാകൃത്യങ്ങളെ കുറിക്കുന്നു. അല്ലേ? എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കഴുത്തിലെ ബന്ധനം എന്ന് പറയുന്നത് പാപമാകുന്ന അകൃത്യങ്ങളെ കാണിക്കുകയാണ്. അല്ലേ? പാപമാകുന്ന അകൃത്യങ്ങളെ. ആമേ സ്തോത്രം. അല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സദൃശവാക്യം അല്ലേലൂയ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അല്ലേലൂയ. സ്തോത്രം. സദൃശവാക്യം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, അവന്റെ പാപപാശങ്ങളാൽ അവൻ പിടിവിടും. അല്ലേലൂയ. എത്ര സത്യമായിട്ടാണ് വചനം പറയുന്നത്. അല്ലേലൂയ. ആമേ സ്തോത്രം. എന്താണ്? ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങൾ അവനെ പിടിവിടും. അല്ലേലൂയ. അപ്പം വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറ് കൊണ്ട് എന്നപോലെ പാപത്തെയും വരിക്കുമെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5:18 പറയുന്നത്. പ്രവാചകൻ വീണ്ടും എടുത്ത് ആവർത്തിക്കുക. ഒന്ന് വായിച്ചു നോക്കിയിട്ട്, വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറ് കൊണ്ടെന്ന പോലെ പാപത്തെയും വരിക്കും. അല്ലേ? അതുകൊണ്ട് തന്നെ കിട്ടുന്ന പ്രശ്നം, പാപ സ്വഭാവങ്ങൾ മനുഷ്യനെ പാപത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന പാപസ്വഭാവങ്ങൾ മനുഷ്യനെ പാപത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ഒരു പാപിക്കൊരിക്കലും യേശുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു പാപിക്കൊരിക്കലും ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല. വിശ്വാസി എന്ന് പേരുണ്ടെങ്കിലും, വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞാലും, അല്ലേലിയ, മറ്റുള്ള മുമ്പിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതി എന്ന മേലാടയൊക്കെ ധരിച്ചുകൊണ്ടും വേഷഭൂഷാദികളൊക്കെ ധരിച്ച നടക്കുന്നെങ്കിലും പാപിയായ മനുഷ്യ നിനക്ക് ദൈവത്തെ അനുഗമിക്കാൻ കഴിയില്ല കേട്ടോ. അല്ലേലിയ. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങൾ അവനെ പിടിവിടും. വ്യാജപാശം കൊണ്ട് തന്റെ അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ന പോലെ പാപത്തെയും നീ വരിക്കും. അതാണ് നിന്റെ ജീവിതത്തിലെ ബന്ധനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ 2 വചനം നിങ്ങൾ ചേർത്ത് പഠിക്കുക. സദൃശവാക്യം 5:22 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5:18 കൂടെ ചേർത്ത് വായിച്ച്
നിന്റെ പാപബന്ധനങ്ങളെ നീ അഴിച്ചു കളയണം. രക്തം ചെയ്യും. പ്രൈസലോ. നീ കർത്താവിന് വേണ്ടി നിൽക്കണം കേട്ടോ. വിശുദ്ധ ജീവിതം നയിക്കണം. കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കണം. നിന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയിട്ട് നീ വിശുദ്ധ ജീവിതം നയിക്കണം. അല്ലേരി നിന്നെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച് ദൈവസനെ നിർത്തിയിരിക്കുന്നത് നീ കർത്താവിന് വേണ്ടി ജീവിക്കാനാ. അല്ലേരിയ അവിടെ ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനത്തെ നീ അഴിച്ചു കളയണം. അതെ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞില്ല, ബന്ധനം ഒരിക്കലും തന്നെ വരത്തില്ല. അത് നമ്മളിലേക്ക് വന്നു കയറുന്നതാ. അത് നമ്മളിലേക്ക് വന്നു കയറാൻ നമ്മൾ അവസരം കൊടുക്കുന്ന, നീ വിളിച്ച് കയറ്റുന്നതാണ്. അല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം വിളക്കിന്റെ വെളിച്ചം കണ്ട് വളരെ ഭംഗിയുള്ള വണ്ടുകൾ വരുന്നത് കാണാൻ കഴിയും. വിളക്കിന്റെ വെളിച്ചം എവിടെ ഉണ്ടോ ആ വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് വളരെ ഭംഗിയുള്ള വണ്ടുകൾ വരും. അപ്പം അങ്ങനെ വിളക്ക് കത്തി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് ആ വിളക്കിന്റെ വെളിച്ചം തേടി പറന്നു വന്ന വണ്ട് വളരെ ഉത്സാഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി പറന്നുകൊണ്ടിരിക്കും. ലേരിയ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ലൈറ്റ് വണഞ്ഞു കഴിഞ്ഞ് വിളക്കങ്ങോട്ട് കത്തിച്ചു വെക്കുമ്പോൾ, അല്ലെ വിളക്ക് ലൈറ്റ് ഇടുമ്പോൾ എവിടേക്കോ പറന്നു നടന്ന വണ്ട് അത് പറന്നു വന്ന വിളക്കിന് ചുറ്റും ചുറ്റിക്കറങ്ങി ഉത്സാഹത്തോടെ പറന്നുകൊണ്ടിരിക്കും. ലേലിയ പറന്നുകൊണ്ടിരിക്കും. വലിയ സ്തോത്രം. ഒടുവിൽ ആ വലിയ വണ്ട് ആ വിളക്കിന്റെ ചുറ്റും അല്ലെ ആ ലൈറ്റിന് ചുറ്റും ചിലന്തി വലയിൽ അകപ്പെടും. ചിലന്തി വലയിൽ അകപ്പെട്ട ചിലന്തിയുടെ കാലുകൾക്ക് ആ വണ്ടിനെ സ്നേഹപൂർവ്വം ചേർത്തണയ്ക്കുന്നത് പോലെ കാണാൻ കഴിയും. അങ്ങനത്തെ രീതി കാണാൻ കഴിയും. ഈ വണ്ടെന്ത് ചെയ്യും? ആ വിളക്കിന് ചുറ്റും ചിലന്തി കെട്ടിയിരിക്കുന്ന വല, ആ വലയിൽ ചെന്ന് ഈ വണ്ടകപ്പെടും. അപ്പം ചിലന്തി വലയുടെ മൂലയ്ക്ക് ചിലന്തി ഓടി വന്നിട്ട് എന്ത് ചെയ്യും? ഈ വണ്ടിനെ തന്റെ കാലുകൾക്കിടയിലാക്കും. അല്ലേരിയ നമ്മളോർക്കും വളരെ സ്നേഹാദരോടുകൂടി ഈ ചിലന്തി വണ്ടിനെ ചേർത്ത് പിടിച്ചതായിരിക്കുന്നു. അല്ലേരിയ അങ്ങനെയല്ല സ്നേഹിത. അല്ലേരിയ പറയാം, നമ്മൾ ഈ പ്രയാസപ്പെട്ടും ദുഃഖ സങ്കടത്തിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഓടി വരുമ്പോൾ നമ്മളവരെ ചേർത്ത് പിടിക്കുന്ന പോലെ ഈ ചിലന്തിയും ഈ വണ്ടിനെ ചേർത്ത് പിടിക്കും. വളരെ സ്നേഹാദരവോടെ എത്തും. പക്ഷെ അതിന്റെ ചിലന്തിയുടെ പശ നിറഞ്ഞ വല കൊണ്ട് ആ വണ്ടിന്റെ ശരീരം മുഴുവൻ ബന്ധിക്കപ്പെടും. ഈ ചിലന്തി വലയ്ക്കൊക്കെ തകപ്പെട്ട വണ്ട് ആ ചിലന്തി വലയിലെ പശ കൊണ്ട് ആ വണ്ടിന്റെ ശരീരം മുഴുവൻ ബന്ധിക്കപ്പെടും. അല്ലേലൂയ സ്തോത്രം. ബന്ധിക്കപ്പെടും. ഒടുവിൽ അതിന്റെ രക്തം മുഴുവനും ആ ചിലന്തി ഊറ്റി കുടിക്കും. എന്ന് പറഞ്ഞതുപോലാണ് ഈ ജനം ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ മോഹങ്ങൾ കണ്ട്, ലോകത്തിന്റെ സുഖങ്ങൾ കൊണ്ട്, ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഓടിച്ചെന്ന് ആ പാപത്തിനകത്ത്, അടിമത്തത്തിനകത്ത് ആ യുഗത്തിൽ വീഴും. വീഴുന്നുണ്ട്. ആ പാപത്തിൽ വീഴുന്നുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ചിലന്തിയെപ്പോലെ അനവധി ആളുകൾ അവിടെ കടന്നു വരാം. ആ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലയിൽ നീ വീട് കഴിയുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കുന്ന അനവധി ആളുകളാണ്. നീ അതിനകത്ത് വീഴുമ്പോൾ ചിലന്തി വലയിലെ പശ ആ വണ്ടിനെ ചുറ്റി ബന്ധിച്ചതുപോലെ നിന്നെ ജനം പാപത്തിൽ ബന്ധിക്കും. നിന്നെ അതിനകത്ത് അടിമയാക്കി മാറ്റും. അവസാനം ചിലന്തി ഈ വണ്ടിന്റെ രക്തം ഊറ്റി കുടിച്ചതുപോലെ നിന്നെ മുഴുവൻ തകർക്കും പിശാച്. പാപം നിന്റെ ജീവിതത്തിൽ, ശാപം നിന്റെ ജീവിതത്തിൽ, തകർച്ച നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. നീ പലതിനും അടിമയായി മാറും. പല രൂപത്തിന് നീ അടിമയായി മാറും. നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ നീ ബന്ധിക്കപ്പെടും. ലേരിയ സ്തോത്രം. അതുകൊണ്ട് നീ അതിൽ നിന്ന് പുറത്തു വരണം കേട്ടോ. മാനസാന്തരപ്പെട്ട് പുറത്തു വന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾക്ക് മുന്നമേൽ അറിയിപ്പതായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. അല്ലേരിയ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കഴുത്തിലെ ബന്ധനം അഴിച്ചു കളയണം. അല്ലേലി ചിലന്തി വല കെട്ടി കാത്തിരിക്കുന്നത് പോലെ പലരും നിനക്ക് വേണ്ടി വല കെട്ടി കാത്തിരിപ്പുണ്ട്. ചിലവന്തി വല കെട്ടി കാത്തിരിക്കുന്ന പോലാണ് ഇവിടുത്തെ ബീവറേജുകാരും, അല്ലെങ്കിൽ ഇവിടുത്തെ ബാറുകാരും, മദ്യ ഷാപ്പുകാരും, മയക്കുമരുന്നുകാരും ഒക്കെ. അങ്ങനെ എണ്ണം വിട്ട് പറയുവാൻ ഒരുപാട് വലിയ ആളുകളുണ്ട്. അവർ ഒരുക്കി വെച്ചിരുന്ന വലയിൽ നീ ചെന്ന് ചാടി, അല്ലേലി അവര് നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ രക്തം മുഴുവൻ ഊറ്റിക്കൊടിക്കും. അത് നിന്റെ കുടുംബത്തെ തകർക്കും.
അവസാനം നീ കണ്ണുനീരും കൈയോടും കൂടി കഴുത്തിൽ വലിയ നുഖമായി ബന്ധനവുമായി സമാധാനമില്ലാതെയായി മാറും. നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം കടന്നു വരും. പിന്നെ നീ ബന്ധനം അഴിക്കാൻ നടക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ എവിടെയാണ് ബന്ധിക്കപ്പെട്ടത് അതിൽ നീ പുറത്തു വരണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എവിടെയാണ് നിന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചത്? എവിടെയാണ് നീ ബന്ധിക്കപ്പെട്ട് ഏത് രോഗത്തിന് അടിമയായിട്ടാണ് നീ കടന്നു പോകുന്നത്? ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞ് അതേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നതിൽ കർത്താവിനെ സ്വതന്ത്രമാക്കി എടുക്കും. രക്തം ചെയ്യും. നിന്റെ ജീവിതം നീ ക്രിസ്തുവിന് വേണ്ടിയാണ് കൊടുക്കാൻ കേട്ടോ. നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കണം. ഈ ലോകത്തിലെ ആർക്കും വേണ്ടി നീ ജീവിക്കരുത്. ഈ ലോകത്തിലെ ആർക്കും വേണ്ടി നീ ജീവിക്കരുത്. നീ ജീവിക്കേണ്ടത് നിനക്കും നിന്റെ ഭാര്യയ്ക്കും, നിനക്കും നിന്റെ ഭർത്താവിനും, നിനക്കും നിന്റെ മക്കൾക്കും, നിന്റെ മാതാപിതാക്കൾക്കും വേണ്ടി വേണം ജീവിക്കാൻ. അപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് യേശുക്രിസ്തുവിനാണ്. യേശുക്രിസ്തുവിനും വചനത്തിനും പ്രമാണത്തിനും നീ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീ ഈ ലോകത്തിന്റെ യാതൊരു പാപബന്ധനത്തിനും പാപത്തിന്റെ അടിമത്തിനും യുഗത്തിനും വീണ് ആ ബന്ധനത്തിന്റെ കഴുത്തിൽ പൊന്നാഭരണമായി നീ ധരിക്കാതെ അല്ലേ നീ മാനസാന്തരപ്പെടണം. പലരുടെയും കഴുത്തിൽ ബന്ധനം പൊന്നാഭരണം പോലെ കിടക്കുക. അല്ലേലിയ. പൊന്നാഭരണങ്ങൾ ധരിച്ച് പല ബന്ധനങ്ങളുമായി കടന്നു പോകുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? രക്തം ചെയ്യും. അവർക്കൊന്നും ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരില്ല. നോക്കിയാട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ള കുടുംബങ്ങളിലേക്ക് നോക്കിയാട്ടെ. രക്തം ചെയ്യും. എത്ര കുടുംബങ്ങളാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? എത്ര വ്യക്തികളാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? എത്ര വ്യക്തികളാണ് പാപത്തിന്റെ നുഖത്തിൽ വീണ്, ശാപത്തിന്റെ നുഖത്തിൽ വീണ് കുടുംബത്തിൽ വിടുതലില്ലാതെ, തലമുറയ്ക്ക് വിടുതലില്ലാതെ ഭാരപ്പെടുന്നത്? ജനിക്കുന്ന മക്കളെല്ലാം പലവിധമായ വൈകൃതങ്ങൾ, ജനിക്കുന്ന മക്കളെല്ലാം വിവിധമായ സ്വഭാവങ്ങൾ, ജനിക്കുന്ന മക്കൾക്കെല്ലാം പലവിധമായ പ്രതിസന്ധികൾ. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നീ അധ്വാനിക്കുന്ന പണം മുഴുവൻ ഹോസ്പിറ്റലുകൾക്ക് ചെലവഴിക്കുന്നു, വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ ബന്ധനം അഴിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. എവിടെയാണ് നിനക്ക് വിടുതൽ? എങ്ങും വിടുതലില്ല. എന്തുകൊണ്ട്? നിന്റെ ജീവിതത്തിലെ പാപത്തിന്റെ നുഖത്തെ നീ അഴിച്ചു കളയണം. നീ വിശുദ്ധ ജീവിതം നയിക്കണം. നിന്റെ നുഖത്തെ അഴിക്കുവാൻ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഭൂമിയിൽ ഒരു മനുഷ്യർക്കും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ നീ ഏതെങ്കിലും ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഏതെങ്കിലും പാപത്തിന്റെ മുഖത്തെ അടിമത്തത്തെ വീണ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിതം മരണത്തിന്റെ താഴ്വീരിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ യേശുവിലേക്ക് വാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ ഈ ദൈവത്തിന് വചനം പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, യുഗത്തെങ്കിലായിരിക്കുന്നത്, പാപത്തിലായിരിക്കുന്നത് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ന് പകൽ അങ്ങനെയുള്ള കുടുംബങ്ങളോട് പറയട്ടെ, ഇന്ന് പകൽ നിന്റെ പാപത്തെ അഴിയുവാൻ, നിന്റെ ബന്ധനം അഴിഞ്ഞ് നീ സ്വതന്ത്രമായി മാറുവാൻ നീ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വാ. കർത്താവിനെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എങ്ങ് ഉയരുവാൻ കഴിയുന്നില്ല, എങ്ങ് നന്മ പ്രാപിക്കാൻ കഴിയുന്നില്ല. ചെയ്യുന്നതെല്ലാം തടസ്സങ്ങൾ, ചെയ്യുന്നതെല്ലാം നഷ്ടങ്ങൾ. ഒരിടത്തും വിജയിക്കാൻ കഴിയാതെ എല്ലാം പരാജയങ്ങൾ മാത്രം, എന്ത് തൊട്ടാലും നഷ്ടങ്ങൾ മാത്രം. അങ്ങനെ ജീവിതം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ അത് എന്താണെന്ന് നീ മനസ്സിലാക്കുകയും നിന്റെ ജീവിതത്തിന്റെ പാപബന്ധനത്തെ നീക്കിക്കളഞ്ഞിട്ട് നീ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നെങ്കിൽ രക്തം ചെയ്യും. നിന്റെ പരാജയത്തെ വിജയമാക്കിയെടുക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. നിന്റെ പരാജയത്തെ വിജയമാക്കിയെടുക്കാൻ യേശുവിന് കഴിയുമെന്ന് രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ കർത്താവിലേക്ക് വരണം. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ പ്രിയപ്പെട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രനായി ദൈവിക സമാധാനത്തോടെ ജീവിക്കണം. അതിന് ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. നിന്റെ കുടുംബത്തെ വിടിവിക്കുവാൻ യേശുവിനെ കഴിയുള്ളൂ. നിന്റെ ബന്ധനത്തെ അഴിക്കുവാൻ യേശുവിനെ കഴിയുള്ളൂ. നിന്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തുവാൻ യേശുവിനെ അറിയുള്ളൂ. പാപബന്ധനങ്ങളെ നീക്കുവാൻ യേശുവിനെ കഴിയുള്ളൂ. ചില പാരമ്പര്യ ശക്തികൾ നിന്നെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നീ മടങ്ങി വരട്ടെ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, കുറുക്കു വഴിയിലൂടെ പണം സമ്പാദിക്കുന്ന ശീമോൻ എന്ന മായവിദ്യക്കാരനെ നോക്കി പത്രോസ് പറഞ്ഞു, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. അല്ലേലിയ. എന്ന് പറഞ്ഞ് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 8:23 കാണാൻ കഴിയും. അതെ, പാപബന്ധനത്തിലുള്ളവരാൽ എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയത്തില്ല. ഈ ശീമോൻ എന്ന് പറയുന്ന വ്യക്തി പാപത്തിന്റെ ബന്ധനത്തിലകപ്പെട്ട് മായവിദ്യക്കാരനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അവൻ എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുന്നില്ല.
പത്രോസിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തൊക്കെ നടക്കുന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, അവന് ഒരു തോന്നല്, എന്റെ പണം കൊണ്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ കഴിയുമെന്ന്. ലേരിയ അവിടെ പത്രോസ് അവനോട് പറയുക, മായിവിദ്യക്കാരനായ ശീമോനോട് പറയുക, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്. അതിന്റെ ഏരിയ സ്നേഹിത, മറ്റു ചിലർ എഴുന്നേറ്റ് പ്രകാശിക്കാത്ത വിധം അവരുടെ മേൽ ബലഹീനതയുടെ ബന്ധനങ്ങൾ, വ്യാധിയുടെ ബന്ധനങ്ങൾ അല്ലെങ്കിൽ ഒക്കെയുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാതെ ബലഹീനതയുടെ ബന്ധനങ്ങൾ, വ്യാധിയുടെ ബന്ധനങ്ങൾ പലരെയും പിടിച്ചു അല്ലെങ്കിൽ പലരും അതിൽ തകർന്നു കിടക്കുക. അതിന് ഉദാഹരണമാണ് നമ്മൾ സ്തോത്രം ലൂക്കോസിന് ശേഷം 13-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലേലിയ അവിടെ ഇങ്ങനെ കൂനിയായ സ്ത്രീയെ യേശു സൗഖ്യമാക്കുന്നു. അല്ലേലിയ ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടിട്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 18 വർഷമായി സ്ത്രീ കൂനിയായിട്ട്. അവൾക്കൊട്ടും നിവരുവാൻ കഴിയത്തില്ല, മുകളിലേക്ക് നോക്കുവാൻ കഴിയത്തില്ല. യേശു അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലേലിയ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലേലിയ സ്തോത്രം. അല്ലേലിയ ആ അശുദ്ധാത്മാവ് ആ സ്ത്രീയെ വിട്ടുപോയി. അല്ലേലിയ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് യേശുവിടെ പറയുന്നത് ലൂക്കോസ് 13:16 വായിച്ചത് കാണാൻ കഴിയും. അല്ലേലിയ അതേ എന്നെ സ്നേഹിത, അവളുടെ മേൽ തന്റെ കൈകൾ വെച്ച് ആ ക്ഷണത്തിൽ തന്നെ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് യേശു അവളുടെ മേൽ കൈവച്ച ഉടനെ 18 വർഷം കൂനിയായിരുന്ന സ്ത്രീ നിവർന്നു നിന്ന് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവി, ഈ കൂനിയായ വിധവയെ പോലെ നീ ബന്ധിക്കപ്പെട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നിനക്ക് ഉയരുവാൻ കഴിയാതെ, നിവർന്നു നിൽക്കാൻ കഴിയാതെ നീ തല താഴ്ത്തി കടന്നു പോകുന്ന അനുഭവമാണോ? ഇന്ന് പകൽ യേശുവിന്റെ അരികിലേക്ക് നീ വിശ്വാസത്താൽ കടന്നു വരുന്നെങ്കിൽ യേശുവിന്റെ കരം നിന്റെ മേൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ രോഗത്തിന്റെ ആത്മാവിനെ നീക്കി നിന്റെ രോഗത്തെ മാറ്റി നിന്റെ ബന്ധനം അഴിച്ച് ദൈവം നിന്റെ തല ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ അവിടെ എവിടെയായി ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ? പാപത്തിൽ വീട് കിടക്കുകയാണോ? ബന്ധനം മുഖാന്തരം നിനക്ക് ഉയരുവാൻ കഴിയാതെ, നിവരുവാൻ കഴിയാതെ നിൽക്കുകയാണോ? ഇന്ന് പകരം നിന്റെ അടുത്തുള്ള ദൈവസഭയിലേക്ക് നീ ഓടിച്ചെന്ന് നിന്റെ പാപത്തിൽ, നിന്റെ ബന്ധനത്തിൽ നീ അവരോട് പറയുമ്പോൾ, അവർ നിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലേലൂയ, രക്തം നിന്റെ ബന്ധനം അഴിയും. അല്ലേ? അപ്പം 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷമാണ് ഉണ്ടായത്. അല്ലേ? നീ യേശുവിനെ അറിയുമ്പോൾ, അല്ലേലിയ, നീ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിന്റെ ബന്ധനം അഴിയും. അല്ലേലിയ ഇന്ന് അനേകം ക്രൈസ്തവർ, അല്ലെങ്കിൽ അനേകം ആളുകൾക്ക് എഴുന്നേറ്റ് പ്രകാശിപ്പാൻ കഴിയാത്തതിന്റെ കാര്യം പാരമ്പര്യം എന്ന ബന്ധനമാണ്. പാരമ്പര്യം എന്ന ബന്ധനം പലർക്കും എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുന്നില്ല. ആ സമ്പ്രദായം എന്ന് പറയുന്ന ബന്ധനം മറ്റു ചിലർക്ക് മണ്ണാശിയാണ്, മണ്ണിനെ കുറിച്ചുള്ള ആശ, ചിലർക്ക് പെണ്ണാശിയാണ്, ചിലർക്ക് പൊന്നാശിയാണ് എന്നിങ്ങനെ ബന്ധനങ്ങൾ അകപ്പെട്ട് വിഷമിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പലർക്കും എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാത്തത് പാരമ്പര്യം എന്ന സമ്പ്രദായം, പാരമ്പര്യം എന്ന ബന്ധനം, മണ്ണാശയും പെണ്ണാശയും പൊന്നാശയും എന്ത് ചെയ്യുന്നു? പലർക്കും എഴുന്നേൽക്കാൻ കഴിയാതെ ബെത്തയായ സിയോൻ പുത്രിയെ പോലെ പലരും അടിമപ്പെട്ട് കിടക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ബെത്തയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. അതെ, മണ്ണാശയും പെണ്ണാശയും പൊന്നാശയും നിന്നെ തകർക്കും, പാരമ്പര്യത്തിനെ തകർക്കും. നിനക്ക് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് പകർത്തി അത് വിട്ട് മടങ്ങി വരണം. അല്ലേലൂയ. അപ്പൊ നിങ്ങൾ എപ്പോൾ കർത്താവിന് വേണ്ടി നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നോ ആ സമയം കർത്താവ് നിങ്ങളുടെ മേലുള്ള ബന്ധനം അഴിച്ച് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. രക്തം ചെയ്യാം. അല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സങ്കീർത്തനം 18 വരുമ്പോൾ ദാവീദ് പറയുന്നു, 18-ാം സങ്കീർത്തനം, അല്ലേലൂയ, 4-5 വാക്യങ്ങൾ പറയുന്നു. അല്ലേലൂയ, മരണവാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളവാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുറന്നു പിടിച്ചു. ഞാൻ എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി.
അതെ, നീ ദൈവസ്ഥലേക്ക് ഒന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കുന്ന ഇത് പറയാ, മരണവാശങ്ങളെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളവാശങ്ങളെ വളഞ്ഞു, മരണത്തിന്റെ ഗടികളും എന്നെ തുറന്നു പിടിച്ചു. അതേ അനുഭവത്തിൽ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ദൈവസ്ഥനിൽ വിളിച്ചപേക്ഷിച്ച്, നീ യേശുവിനോട് വിളിച്ചപേക്ഷിച്ച് നീ ദൈവസ്ഥനിലേക്ക് വരികയാണെങ്കിൽ രക്തം ചെയ്യും. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ നീതി കാണാൻ കഴിയും കേട്ടോ. അല്ലേരി, ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഈ ഭാഗമാണ്. ഇതിന്റെ വേറൊരു മെസ്സേജ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് ഞാൻ പറഞ്ഞത്, പൊടിക്കുടഞ്ഞ് കളകാൻ യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക, ബേത്തയായ സീയോൻ പുത്രി ഇതിന്റെ കഴുത്തിലെ ബന്ധനം അഴിച്ച് കളക. ഇന്ന് ഞാൻ പറഞ്ഞത്, ബേത്തയായ സീയോൻ പുത്രി ഇതിന്റെ കഴുത്തിലെ ബന്ധനം അഴിക്കുക. അത് നിങ്ങൾ പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, പലരും നീ ബന്ധിക്കപ്പെട്ടവനാണ്, ബന്ധിക്കപ്പെട്ടവളാണ്. നീ നിൽക്കുന്നതിന്റെ തലമുറയ്ക്ക് ഉയരുവോ കഴിയാതെ, പ്രകാശിക്കുവോ കഴിയാതെ, പാപമാകുന്ന ബന്ധനത്തിൽ വീണ്, ശാപമാകുന്ന ബന്ധനത്തിൽ വീണ് അലമുറയിട്ട് കരയുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്കിന്റെ മകളിൽ വിടുതൽ നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ കെട്ടുകളഴിക്കും, ബന്ധനമഴിക്കും യേശു ആഗ്രഹിക്കുന്നു. ആമി 18 വർഷം കുനിയായ ആ സ്ത്രീയുടെ 18 വർഷം കുനിയായ സ്ത്രീയുടെ മേൽ യേശു കൈവച്ചപ്പോൾ ബന്ധനം അഴിഞ്ഞതുപോലെ ഇന്ന് മകൾ യേശു നിന്റെ മേൽ സ്പർശിക്കുവാൻ, യേശുവിന്റെ കരം നിന്റെ മേൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. നീ മനസ്സോടെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ രക്തം ചെയ്യും. നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം യേശു തരും. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറും, നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് മാറും. നിനക്ക് തകർന്നു പോയ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ ആമേൻ നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അല്ലേറിയ ജീവിതത്തിൽ ഉയരുവാൻ കഴിയാത്ത ആത്മഹത്യയുടെ വാക്കിലൂടെ യാത്ര ചെയ്യുന്ന ചില ജീവിതങ്ങളോട് പറയട്ടെ, ഇത് പകൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ സകല ബന്ധങ്ങൾ വഴിച്ച് നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിനെ കഴിയും. രക്തം ചെയ്യും. അതെ, ഇന്ന് പകൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ, കർത്താവ്, ഈ കാലങ്ങളായി ഞാൻ വിവിധ പാപരോഗങ്ങൾ, പാപത്തെ അടിമയായി ബന്ധിക്കപ്പെട്ടവനാണ്. ഉയരുവാൻ കഴിയാതെ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടും. ബിസിനസ് ചെയ്താൽ, കൃഷി ചെയ്താൽ, ജോലി ചെയ്താൽ എല്ലാം നഷ്ടമാണ്. കുടുംബജീവിതം നഷ്ടമാണ്, തലമുറയെ കൊണ്ട് നഷ്ടമാണ്, വിദ്യാഭ്യാസം നഷ്ടമാണ്, ജീവിതത്തിൽ തൊടുന്നതെല്ലാം നഷ്ടമാണ്. പലതിനാലും ഞാൻ പാപത്തിന് ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പൊ എനിക്കതിൽ മോചനങ്ങളുടെ കരം എന്റെ മേൽ വെച്ച് എന്നെ വിടിവിച്ച് എനിക്കൊരു ക്രിസ്തു സ്വാതന്ത്ര്യമായ ജീവിതം നൽകണമേ. അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങേ എന്റെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിച്ച് അങ്ങേക്ക് വേണ്ടി പൂർണ്ണ വിശുദ്ധി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്റെ ബന്ധനം അഴിക്കണമേ. ഇന്ന് തൊട്ട് എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊടുക്കുന്ന സകല ജനത്തെ ഞങ്ങൾ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഈ വലിയവരും ചെറിയവരും കുടിയിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ആമേ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത എല്ലാ മേഖലയിലുള്ള ജനത്തെ കർത്താവ് ഞങ്ങൾ ഇവിടുത്തെ കരങ്ങൾ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തകത്തിലും വൃത്തരും അശ്രദ്ധ യാചകരും ഓർഫനേജരും ഓട്ടജും തടവറയിലായിരിക്കുന്ന സകല ജനത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖല ഭരിക്കുന്ന അവിടെ ആയിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാവൽ ചെയ്യുന്നവർക്കായി കർത്താവ്, ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ എല്ലാ രഹസ്യാന്വേഷണങ്ങളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന വാഹന നിർമ്മാതാക്കൾ, മോട്ടോർ രംഗത്ത് മെക്കാനിക്കിന്റെ ആയിരിക്കുന്നവർ, സമുദ്രാർത്ഥി ജോലി ചെയ്യുന്നവർ, ഖനികളും ഫാക്ടറികളും കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരെ, കടലോര വാസികളെ, മത്സ്യബന്ധനത്തിനായി കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അല്ലേലൂയ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, വിവിധ കൺസ്ട്രക്ഷൻ പണികളുടെ ബന്ധത്തിൽ കടലിന്റെ, കയലിന്റെ, ആറിന്റെ, പുഴകളുടെ ഒക്കെ അടിത്തട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ്, എല്ലാ മദ്യത്തിനും മൈക്കിനും മനസ്സിലകരപതാൻ അടിമപ്പെട്ട് പാപമോഹങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ ഇന്ന് പകൽ വിടിവിക്കപ്പെടണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, കൃഷി മേഖല, ക്ഷീരമേഖല എല്ലായിടത്തും വിടുതൽ നടക്കണം. ചെറുപരുമായ എല്ലാ വ്യാപാരികളെയും, വ്യവസായികളെയും, കമ്പനികൾ, ഫാക്ടറികൾ, കർത്താവ്, എല്ലാ കർത്താവ് വഴിയോര കച്ചവടക്കാരെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്, അവരെ തകർക്കുന്ന എല്ലാ മായ ശക്തികളെയും, എല്ലാ മന്ത്രവാദ ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവ്, എല്ലാ മത, സാമൂഹിക, സംസ്കാര, സംഘടന രംഗത്തുനിന്ന് ചരിത്രമാധ്യ മീഡിയ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ആ കർത്താവ് ബാങ്കിങ് മേഖലയിലായിരിക്കുന്നവർക്കായി, സഹകരണ മേഖലയിലായിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, അവരുടെ കരങ്ങളിൽ കൺസ്ട്രക്ഷനകത്തും ട്രെയിൻ രംഗത്തായിരിക്കുന്നവർ, എല്ലാ മേഖലയിലും ഐക്യജനത്തിനായി പ്രാർത്ഥിക്കുക. ദേശത്തും വിദേശത്തും കടന്നുപോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്നവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് കടന്നിടാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടാതെ വിദേശ രാജ്യങ്ങൾക്ക് താവി ജോലിക്ക് അടിമത്ത ഭവനങ്ങൾക്ക് അനുഭവിക്കുന്ന സൗകര്യമാർ ഇതുമായി കർഷകർ കടന്നു പോകുന്നവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുക്കണമേ.
താവി ഞങ്ങളുടെ സുവിശേഷമായി കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ കേരളത്തിൽ, ഭാരതത്തിൽ, വിദേശ രാജ്യങ്ങളിൽ വളരെ കഷ്ടം സഹിക്കുന്നവരുണ്ട്, വേദന ഉപദ്രവം കടന്നു പോകുന്നുണ്ട്. അവരെ ദൈവം സൂക്ഷിക്കണമേ. തിരിച്ച് കർത്താൻ സുവിശേഷം മുഖാൻ ജയിലറയിൽ കിടക്കുന്ന ദാസിദാസന്മാർക്ക് വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികളെ ദൈവം സന്ദർശിക്കണമേ. തീവ്രവാദികളെ, ഭീകരവാദികൾ, വർഗീയവാദികളെ ദൈവം സന്ദർശിപ്പാൻ അല്ലേലൂയ ദൈവവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ നാളിൽ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യ ജനത്തിൽ വന്ന് ജനത്തിന്റെ കഴുത്തിലെ ബന്ധനങ്ങളിൽ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമായി വെളിച്ചത്തിലേക്ക് വരുവാൻ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ ദൈവനീതി വെളിപ്പെട സകല മുഖത്തും എടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.